പറയും ആണുങ്ങൾ എപ്പോഴും മുമ്പിത്തിരിഞ്ഞ് ജീവിക്കുള്ളൂ. ഹലോ ഗായ്സ്, അപ്പൊ മല്ലു നോക്കോടിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാരും നൈസായിട്ട് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റാളെവിടെ? അതെ ഗായ്സ്, അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഷെഡ്യൂളിങ് വർക്ക് സീനാണ്. അവന്റെ വർക്ക് ടൈം വേറെ, എന്റെ വർക്ക് ടൈം വേറെ. പഴയതുവരെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റണില്ല. അപ്പൊ ചില വീഡിയോസ് ഒക്കെ സോളോ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. എന്തുകൊണ്ട് ബെറാബുമാർ പ്രഡിക്ഷൻ റോങ് ആയി? ഇവിടെ തുടക്കത്തിന്റെ ഇതാണ് ചോദിക്കണ ഗായ്സ്. ഞാൻ ഫസ്റ്റ് ഒരു അഡ്രസ് ചെയ്യണ ഒരു കാര്യം പറയാം ഗായ്സ്. ഒരു ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, മോസ്റ്റ് മെൻ ലിവ് ലൈഫ്സ് ഓഫ് ക്വയറ്റ് ഡെസ്പിറേഷൻ എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ആണുങ്ങൾ എപ്പോഴും മുമ്പിത്തിരിഞ്ഞ് ജീവിക്കുള്ളൂ. അങ്ങനെയൊന്നും അല്ലട്ടോ. അതായത് ഞാൻ എന്റെ അവസ്ഥ പറയട്ടെ ഗായ്സ്. ഞാൻ മെരാബായിട്ട് ഉമാറിനെ പിക്ക് ചെയ്ത്. ഞാൻ എന്തുകൊണ്ട് ഉമാറിനെ പിക്ക് ചെയ്തതെന്ന് 1000 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും ഒന്നുകൂടി പറയാട്ടോ ഗൈസ്. ഞാൻ ഒരു ഫൈറ്റ് എപ്പോഴും ജഡ്ജ് ചെയ്യണ സ്റ്റൈല് നോക്കിയാണ്. സ്റ്റൈല് നോക്കുമ്പോൾ ഉമാർ മെരാബിന്റെ റെസ്ലിങ്ങിന് മാച്ച് ചെയ്യുമെന്ന് എനിക്ക് തോന്നി. കാരണം 10-20 കൊല്ലമായിട്ട് കബീബിന്റെയും ഇസ്ലാമിന്റെയും കൂടെ റെസ്ലിംഗ് പ്രാക്ടീസ് ചെയ്യുന്നവനാണ് അവൻ. മെരാബിനെ കൂടെ റെസ്ലിംഗ് മാച്ച് ചെയ്യുമെന്ന് എനിക്ക് തോന്നി. സ്ട്രൈക്കിംഗ് ഓബിയസ്ലി ഉമാറാണ് ബെറ്റർ. ഓൺ ദ ഗ്രൗണ്ട് പ്യൂർ ഗ്രാപ്ലിങ്ങും ഉമാറാണ് ബെറ്റർ. പിന്നെ ഫൈറ്റിനകത്ത് ഉണ്ടായ ഫസ്റ്റ് റൗണ്ട് ഇല്ലേ, അതേപോലെ ഫുൾ ഫൈറ്റ് പോകുന്ന ഞാൻ വിചാരിച്ച. പക്ഷേ എൻ്റെ കണക്കുള്ളൊക്കെ തെറ്റി. 3rd റൗണ്ടിൽ മെരാബ് ഒരുമാതിരി എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ ചെയ്ത് ഫിഗർ ഔട്ട് ചെയ്ത് സീനാക്കി പുള്ളി. പക്ഷേ ഒരിക്കലും ഉമാർ ഡോമിനേറ്റ് ചെയ്തു പെട്ടു എന്ന് പറയാൻ പറ്റില്ല. ചെയിൽസോനെ പറഞ്ഞ പോലെ ഉമാർ ജയിച്ച് എന്നൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. മെരാബ് തന്നെ കറക്റ്റായിട്ട് 100% ഡിസർവിങ് വിന്നായിരുന്നു. പക്ഷേ ഈ ഉമാറിന് ഇത്രയും കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായിക്കോട്ടെ, ഒരു പ്രഡിക്ഷൻ തെറ്റിപ്പോയി നിൽക്കുന്നതിന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പ്രഡിക്റ്റ് കാരണം ഒന്നുകൂടി പറഞ്ഞുതരാം. റെസ്ലിംഗ് മാച്ച് ചെയ്യുമെന്ന് തോന്നി. സ്ട്രൈക്കിൽ ബെറ്റർ ഉമാറാണ്. അതുകൊണ്ട് ഞാൻ പ്രഡിക്റ്റ് ചെയ്തത്. അത് ഒരു പ്രഡിക്ഷൻ തെറ്റിന്ന് പറഞ്ഞ് ഒരാൾ ഇത്ര അവഹേളിക്കേണ്ട കാര്യം എന്തോരം DM തെറിയുമാണ് എനിക്ക് കിട്ടിയെന്നറിയോ. എന്നാലും കുഴപ്പമില്ല. ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും ഇത്. അതുകൊണ്ട് അധികം ഡ്രസ് ചെയ്യില്ല. ഫൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് 2 റൗണ്ട് ഒബ്വിയസ്ലി ഉമർ ജയിച്ചു. ഫസ്റ്റ് റൗണ്ട് ക്ലോസ് ആയിരുന്നു, എന്നാലും ഉമർ തന്നെയായിരുന്നു ബെറ്റർ. ഉമർ ഫസ്റ്റ് റൗണ്ടിൽ എല്ലാ ടേക്ക് ഡൗണും സ്റ്റഫ് ചെയ്ത് ഒരു ടേക്ക് ഡൗൺ സ്വന്തമായിട്ട് എടുക്കുകയും ചെയ്ത് അതിനുശേഷം പീസപ്പ് ചെയ്യാനുണ്ടായി. അതിനുശേഷം കൈ ഒടിഞ്ഞതിന് ശേഷം ഒരു എക്സ്ക്യൂസ് അല്ല, എന്നാലും കൈ ഒടിഞ്ഞത് നല്ല രീതിയിൽ ഫൈറ്റിനെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ 3rd റൗണ്ടിൽ ഉമാർ ഒരിക്കലും മെരാബിന്റെ കാരണം ഇത്രയും പ്രതീക്ഷ ചെയ്യില്ല. ആദ്യമായിട്ടാണ് മെരാബ് ഫൈനൽ ബോസ് മെയിൻ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കിയത്. ഉമാർ ആയിരുന്നില്ല മെയിൻ ക്യാരക്ടർ മെരാബ് ആയിരുന്നു ഗൈസ്. അപ്പൊ അതുകൊണ്ട് ആ ഫൈനൽ അത്രയും പറയാനുള്ളൂ. ഒന്നും പറയാനില്ല. മെരാബ് ജസ്റ്റ് ഔട്ട് കാർഡിയോഡ് ഹിം ടു എ വിക്ടറി. ടേക്ക് ഡൗൺ ചെയ്യും, അപ്പൊ തന്നെ സ്റ്റഫ് ചെയ്യും, അല്ലെങ്കിൽ ടേക്ക് ഡൗൺ ചെയ്യും, സക്സസ്ഫുൾ ആവും, പിന്നെ നിർത്തും. ടേക്ക് ഡൗൺ ചെയ്യും, ടോൺ ചെയ്യും. എന്നാലും കബീബിനെയൊക്കെ നോക്കി ടോൺ ചെയ്തൊക്കെ ഒരു ലെജൻഡറി മൊമെന്റ് ആട്ടോ. ഒന്നും പറയാനില്ല. മെരാബിനെ ശരിയാണ്, എൻ്റെ മിസ്റ്റേക്കാണ്. മെരാബിനെ ഞാൻ കുറച്ച് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പോയി ഗൈസ്. ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ പ്രഡിക്ഷനും എല്ലാം ശരിയാക്കണം ഒന്നും അറിവൊന്നും എനിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിക്കുക. എല്ലാ പ്രാവശ്യവും 1 ലക്ഷം രൂപ ബെറ്റ് ചെയ്ത് എനിക്ക് 10 ലക്ഷം രൂപ ബെറ്റ് ഉണ്ടാക്കി അപ്പനും അമ്മേനെയും പണിക്കൂടാണ്ട് എനിക്ക് സ്വന്തമായിട്ട് പണിക്കും പോകാണ്ട് വീട്ടിൽ നിന്ന് ബെറ്റ് ചെയ്ത് പോകാൻ UFC മാത്രം. അതെനിക്ക് താല്പര്യമില്ല ഗൈസ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പ്രഡിക്ഷൻ തെറ്റിപ്പോയി. ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കണം. ജിറി ജമാലോ ഓറിയോ ചുരുക്കി പറയാമോ? ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ജിറി ജമാൽ ഗൈസ് ഒന്നും പറയാനില്ല. എൻ്റെ കണക്കൂട്ടൽ, എൻ്റെ അഭിപ്രായത്തിൽ ഹംബ്ലിംഗ് ഒപ്പീനിയനിൽ ജിറിനെ ഒരുപാട് ഓവർസ്റ്റ് ചെയ്ത്. ജിറി ഈ ക്യാമ്പ് പ്രിപ്പയർ ജമാൽ ഈ ക്യാമ്പ് പ്രിപ്പയർ ജിറിക്ക് വേണ്ടിയല്ല, അലക്സിന് വേണ്ടിയാണ്. ഒരു കംപ്ലീറ്റ്ലി ലുക്ക് പാസ് ദി അപ്പോണന്റ് എന്ന് പറയണ പോലെ ആയിപ്പോയി. അപ്പൊ അതിനുള്ള കിട്ടുകയും ചെയ്തു. ഇനി ജമ ഒരിക്കലും ഒരു അപ്പോണന്റ് ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ല. ഫൈറ്റ് പറഞ്ഞാൽ ഫസ്റ്റ് ജിറി ക്യാമ്പ് പ്രിപ്പയർ ചെയ്ത് തന്നെ ഡിഫൻസിന് വേണ്ടിയാന്നൊക്കെയാ പറയണ. കൈയൊക്കെ പൊക്കിയിട്ടുണ്ടായി, കൈ ഇതായിട്ടാ. പക്ഷെ ആദ്യമായിട്ടാണ് ഇത്ര ലെവൽ പ്യൂർ ഹെഡ് മൂവ്മെന്റ് ജിറിനെ ഞാൻ കാണുന്നത്. ഞാൻ ജിറീന ഇങ്ങനത്തെ ഒരു ലെവൽ കാലിബർ ഫൈറ്ററാണ്. ആൾക്കാർ പണ്ട് പറയുമെങ്കിലും ഞാൻ ഒരിക്കലും UFC കണ്ടിട്ടുണ്ടായില്ല. പക്ഷെ ഇപ്പൊ ജിറിയുടെ ഫുൾ പൊട്ടൻഷ്യൽ ഞാൻ മനസ്സിലാക്കി. കൊള്ളാട്ടോ. ആ ഫുള്ളി ഫോക്കസ്ഡ് ഇൻസോൺ ജിറി അടിപൊളിയാണ് കേട്ടോ. മെഡിക്കേഷനൊക്കെ എടുത്ത് സെറ്റായി വന്ന ജിറി, തെറാപ്പിനെയൊക്കെ കണ്ട് കറക്റ്റായിട്ട് വന്ന ജിറി, ഇരുട്ടുമുറിയിലൊക്കെ കറക്റ്റ് സമയത്ത് ഇരുന്ന് വന്ന ജിറി അടിപൊളിയാണ് കേട്ടോ. ഫുള്ള് ജമയുടെ എല്ലാ പഞ്ചും വീട് ചെയ്ത് കറക്റ്റ് 1 മില്ലിമീറ്ററൊക്കെ വീട് ചെയ്താണ്ട് എല്ലാം അത്യാവശ്യം എല്ലാം നൈസായിട്ട് കൊടുക്കുകയും ചെയ്ത്. ചില ഹുക്കൊക്കെ വൈൽഡായിരുന്നു, എന്നാലും ഒക്കെ ലാൻഡ് ചെയ്യാനുണ്ടായി. ജമ സർപ്രൈസ് ആയി പോയി. ഇനി ഒരിക്കലും ജമ ജീവിതത്തിൽ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ല. മാത്രമല്ല ജമയ്ക്ക് ഒരുപാട് ഹെയ്റ്റ് ഉണ്ട്. പക്ഷെ പറഞ്ഞ പോലെ ജമയുടെ പിള്ളേരെ അലക്സ് ഫാൻസ് പോയിട്ട് 9 ദിവസമുള്ള കൊച്ചിനൊക്കെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൊക്കെ മെസ്സേജ് അയച്ചാൽ ഭയങ്കര ചെറ്റത്തരമാണ്. അങ്ങനത്തെ തെണ്ടിത്തരം നമ്മൾ ഒരിക്കലും MMA ഫാൻസ് കാണിക്കരുത്. ഓക്കെ, അത് ശോകമാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊരു വ്യത്യാസം ഒന്നും ഉണ്ടാകുമ്പോൾ അതാണ് പറയാനാണ്. അപ്പൊ ഇത്രയും പറയാനുള്ളൂ. ജെറി വെരി ബെറ്റർ ആണ്. ജെറി അലക്സ് തേർഡ് ഫൈറ്റ് കാണാൻ എനിക്ക് ഒരു റിലക്റ്റൻസ് ഉണ്ട്. പക്ഷെ എന്താ കണ്ടറിയാൻ ഗൈസ്.
എന്തായാലും അങ്കലവ് അലക്സ് നടക്കണല്ലേ, അപ്പൊ അതിന്റെ റിസൾട്ട് ഒക്കെ ആയിട്ട് നമുക്ക് അതിനെ പറ്റി പറയാം. ഇനി എന്താണ് ഇസ്ലാമിന്റെ ഡോമിനേഷൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ഇസ്ലാമിന്റെ ഡോമിനേഷൻ ഞാനെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാറ്, കണ്ടറിഞ്ഞ് നോക്കുന്നത്. ഇപ്പൊ എന്താ ഗൈസ്, എന്റെ അഭിപ്രായത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത് ഫുള്ളി ഇവോൾഡ് പീക്ക് വെർഷൻ ഓഫ് അർമൻ സാറൂഖ്യൻ കുഡ് പൊട്ടൻഷ്യലി എവർ ബീറ്റ് ഇസ്ലാം 155. അതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അർമൻ ഞാൻ വിചാരിച്ച അത്ര ഇമ്പ്രൂവ്മെന്റ്, ചാൾസിനെ അത്രക്ക് ഡോമിനേറ്റ് ചെയ്യാൻ വിചാരിച്ച അത്രയും ചെയ്തില്ല. ചിലപ്പോ ഇപ്പോഴും 32 വയസ്സൊക്കെ ഓടുന്ന സമയത്ത് അല്ലെങ്കിൽ 30 വയസ്സുള്ള ഒരു അർമൻ ഇസ്ലാമിനെ തോപ്പിക്കേക്കാം. വേറെ ആൾ ഇസ്ലാമിനെ തോപ്പിക്കാൻ കാണല്ല. മറ്റേ ബ്ലാക്ക് ബെൽറ്റ് കില്ലറായ ഇസ്ലാം പിന്നെയും ഒരു ബ്ലാക്ക് ബെൽറ്റിനെയും കൂടി നെക്ക് എടുത്തു. മൊയ്ക്കാനൊക്കെ അറിയായിരുന്നു ഒരു ഇതുമില്ല, പക്ഷെ മൊയ്ക്കാനോ ഗോട്ട് പെയ്ഡ്, നെവർ ടുക്ക് എനി ഡാമേജ്. ഇൻ ദി എൻഡ് ഓഫ് ദി ഡേ ഹി ഓൾസോ വോൺ. അപ്പൊ ഒന്ന് ഫൈറ്റിനെ പറ്റി ഒന്നും പറയാനില്ല. വെച്ചാൽ ഇസ്ലാമിന്റെ ഒരു പ്യൂർ ഡോമിനേഷൻ. എന്ത് ഇസ്ലാമിനെ പറ്റി ഇനി ഗ്ലേസ് ചെയ്യാൻ എനിക്ക് വാക്കുള്ള, കാരണം ഞാൻ ഇസ്ലാം ഗ്ലേസർ എന്നാണ് ഓൾറെഡി എന്നെ പറയണത്. അപ്പൊ ഇനി അധികം ഗ്ലേസ് ചെയ്യുന്നില്ല. ഇസ്ലാം ഒരു ജസ്റ്റ് പ്യുവർ ഡോമിനേഷൻ. ഒരു പഞ്ച് കൊണ്ടുപോലെല്ലായിരിക്കും തോന്നി, അത് കൊണ്ടൊന്നുമില്ല. നേരെ ഉള്ള ടേക്ക് ഡൗൺ ചെയ്ത് പൊസിഷൻ സ്വിച്ച് ചെയ്ത് നേരെ ഡാർസ് എടുത്ത് ചോക്കിയത്. അതൊന്നും പറയാനൊന്നുമില്ല. പിന്നെ വേറെ എന്ന് പറയാൻ, ഇന്ന് ഞാൻ ശരിക്കും പരിപാടി കണ്ടേ ഫുള്ള് കാണണോട്ടാ. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഫൈറ്റ് വരെയൊക്കെ കാണാൻ പറ്റിയ നല്ല ദിവസത്തെ പരിപാടിയായിരുന്നു അവിടെ ഇരുന്ന്. ഉസ്മാന്റെ വൈറ്റ് പോൾ യൂസ്. അപ്പോൾ ഞാനിപ്പോൾ കണ്ടേ കുറച്ച് കണ്ട ഹൈലൈറ്റ്സ് എനിക്ക് മനസ്സിലായത്, ഒരിക്കലും പോൾ യൂസിൻ്റെ അടുത്ത് നിന്ന് ഈ ഒരു പെർഫോമൻസ് ഉസ്മാനെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരുമാതിരി ഈ ലാസ്റ്റ് 2 വീക്ക് ടഫ് ടൈം ഫോർ നർമ്മഗഡോ ടീമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഇപ്പൊ ഉസ്മാൻ വോൺ ദ ബാറ്റിൽ ബട്ട് പോൾ ഹ്യൂസ് വോൺ ദ വാർ എന്നൊക്കെ പറയൂലേ. പോൾ ഹ്യൂസ് ഉസ്മാൻ ജയിച്ചു, പക്ഷെ പോൾ ഹ്യൂസ് തോറ്റില്ല. അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് പറയാം. അധികം പറയുന്നില്ല. അപ്പൊ ഈ ആഴ്ചയിലെ വീഡിയോ നിർത്തുകയാണ് ഗൈസ്. ഇത്രയേ ഉള്ളൂ പറയാനൊക്കെ. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും സോളോ വീഡിയോ പ്രതീക്ഷിക്കാം, ഒരുമിച്ച് വരുന്ന വീഡിയോ പ്രതീക്ഷിക്കാം. സബ്സ്ക്രൈബ് ഗൈസ്, സപ്പോർട്ട് ഗൈസ്. ബൈ 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 ബൈ. എന്തുകൊണ്ട് മെറാബ് ഉസ്മാന്റെ പ്രഡിക്ഷൻ റോങ് ആയി? എടാ ബെരാബു ബറാടാ, ഉസ്മാനല്ല. കുഴപ്പമില്ല. അല്ല ചെയ്യാൻ